സ്ത്രീകളിലും പുരുഷന്മാരിലും ഏതു പ്രായത്തിലും ബാധിക്കാവുന്ന ഒരു ചർമ്മരോഗമാണ് സോറിയാസിസ്. ചർമ്മത്തിന് പുറത്തുണ്ടാകുന്ന വെള്ള നിറത്തിലുള്ള ചെതുമ്പലുകൾ നിറഞ്ഞ ചുവന്ന തടിപ്പുകളായിട്ടാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുക. ശരീരത്തിന്റെ ഏതു ഭാഗത്തും ഈ രോഗം ഉണ്ടായേക്കാം. കാൽമുട്ടിന്റെയും കൈമുട്ടിന്റെയും പിറകുവശത്തും നട്ടലിന്റെ താഴ്ഭാഗത്തെ തൊലിയിലുമാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ചിലർക്ക് ഈ രോഗം മൂലം ശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അപൂർവമായി ഈ രോഗം സന്ധികളെയും ബാധിക്കാറുണ്ട്. ഭൂരിഭാഗം പേരിലും ചെറിയ തോതിലാണ് രോഗം കണ്ടുവരുന്നത്. രോഗം ഒരു പ്രാവശ്യം വന്നാൽ അത് ദീർഘകാലം നിലനിൽക്കാം. ചില അവസരങ്ങളിൽ തീർത്തും രോഗമില്ലാതെ ആവുകയും ചെയ്യാറുണ്ട്. ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുകയില്ല. എന്നാൽ പാരമ്പര്യമായി മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്കോ കൊച്ചുമക്കളിലേക്കോ ഒക്കെ രോഗം വ്യാപിക്കാം. അമിതമായി ത്വക്കിലുള്ള കോശങ്ങളുടെ വിഭജനമാണ് രോഗകാരണം. ചർമ്മത്തിലെ പുറംഭാഗത്തുള്ള എപ്പിഡെർമിസിലെ പ്രധാന കോശങ്ങളായ കെരാറ്റിനോസൈറ്റുകളുടെ വിഭജനത്തിലും വളർച്ചയിലുമുള്ള തകരാറാണ് സോറിയാസിസിന്റെ പ്രധാന കാരണം. എപ്പിഡെർമിസിലെ ഏറ്റവും അടിയിലുള്ള ബേസൽ കോശങ്ങൾ വിവിധ തരത്തിലുള്ള പരിണാമങ്ങൾക്ക് ശേഷമാണ് ചർമ്മത്തിന്റെ ഉപരിതലത്തിലെത്തുന്നത്. ഇതിന് ഏകദേശം ഒരു 30 ദിവസം വരെ എടുക്കാറുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങൾ 1-2 ദിവസം കൊണ്ട് നടക്കുമ്പോഴാണ് സോറിയാസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. തണുപ്പ് കാലത്ത് ഈ രോഗം കൂടാറുണ്ട്. ഈർപ്പം കുറയുന്നത് മൂലം ചർമ്മം വരളുന്നതായിരിക്കാം ഇതിന് കാരണം. ചർമ്മം ചുവന്ന നിറത്തിൽ തടിച്ചു വീർക്കുക, ചൊറിച്ചിൽ, ചെതുമ്പൽ പോലെ അല്ലെങ്കിൽ പൊടി പോലെ ചർമ്മം ഇളകിപ്പോവുക, തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകളൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. കഠിനമായ വേദന, പനി, നീർവീക്കം എന്നിവ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതുമാണ്. കാരണം ഇത് ഗുരുതരമായ അണുബാധയെ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന രോഗമായതിനാൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ മഞ്ഞുകാലത്ത് വർദ്ധിക്കുന്നതിനാൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ആഹാരശീലങ്ങൾ, ചര്യകളൊക്കെ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ക്ഷമയോടുകൂടി രോഗത്തെ സമീപിച്ചാൽ മാത്രമേ ഈ രോഗത്തിന് നല്ല വ്യത്യാസം ലഭിക്കുകയുള്ളൂ. ഭക്ഷണ കാര്യത്തിലും ഒരു പരിധിവരെ നിയന്ത്രണം ആവശ്യമാണ്.